ഹലോ സാദുമാരെ, അസ്സലാമു അലൈക്കും. നിങ്ങൾ ഏകദേശം ഫ്യൂച്ചർ ഡോട്ടിൻ്റെ കീഴിലായിട്ട് AI ബേസിക്സ് പഠിക്കുന്ന കോഴ്സിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നിങ്ങൾ AI സ്റ്റുഡിയോ എങ്ങനെ ഉപയോഗിക്കാം, AI സ്റ്റുഡിയോനുമായിട്ട് നിങ്ങൾക്ക് മലയാളത്തിൽ എങ്ങനെ സംസാരിക്കാം, നിങ്ങളെ ലാംഗ്വേജ് പഠിക്കാം, എങ്ങനെ AI സ്റ്റുഡിയോ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതേപോലെ നിങ്ങൾക്ക്, അതായത് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്തിരുന്ന സമയത്ത് ഇങ്ങനെ ഒരു പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഗൂഗിൾ AI സ്റ്റുഡിയോയിൽ നടക്കുന്ന ലൈവ് ഇൻറ്ററാക്ഷൻ ടോക്കിംഗ് ഓപ്ഷൻ നമ്മുടെ ജെമിനിയിലും ഉണ്ടാവും. ചില ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഇവിടെ കണ്ടോ ഈ ഒരു ഓപ്ഷന്. ഈ ഒരു ഓപ്ഷൻ വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മലയാളത്തിൽ ജെമിനിയായിട്ട് സംസാരിക്കാൻ പറ്റും. മറ്റേതിലൊക്കെ നമ്മളെന്താ വെച്ചാൽ ടൈപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അതൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. ഇത് നമുക്ക് നേരിട്ട് നമ്മളൊരു മനുഷ്യനുമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ സംസാരിക്കാം. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഏകദേശം നമ്മൾക്ക് മലയാളികളായ നമ്മൾക്ക് ഡിഫറെൻ്റ് ആക്സെൻറ്റുകളുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ്, മലപ്പുറം ആക്സെൻറ്റ്, കണ്ണൂർ ആക്സെൻറ്റ്, കാസർഗോഡ് ആക്സെൻറ്റ്, അങ്ങനെ ഡിഫറെൻ്റ് ആക്സെൻറ്റ്. അപ്പോൾ ഏകദേശം ഈ ഒരു AI ടൂളിന്, ജെമിനിയുടെ ലൈവ് ഇൻട്രാക്ഷൻ ഓപ്ഷൻ, ഏകദേശം എല്ലാ ആക്സെൻറ്റുകളും മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇവിടെ 2-3 ഫീച്ചേഴ്സ് ഉണ്ട്. അത് ഞാൻ ഓരോന്നായിട്ട് പരിചയപ്പെടുത്താം. ഇതിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ക്ലിക്ക് ചെയ്യേണ്ടത്. വീഡിയോ ഓൺ ആക്കിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഓൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ സ്ക്രീൻ ഷെയർ ചെയ്യും. ഇനി ഞാനൊരു അറബിയിലോ ഷെയറിങ് ചോദിക്കണം. ഈ ഗ്രന്ഥത്തിൽ എന്താണ്, ഈ ഒരു ഹദീസിൽ എന്താണ് പറയുന്നതെന്നൊന്ന് പറഞ്ഞുതരാമോ? തീർച്ചയായും. നിങ്ങൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഹദീസിൽ പ്രവാചകന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് പറയുന്നത്. വിവാഹം, കുടുംബം, പ്രാർത്ഥന തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചുള്ള ഉപദേശങ്ങളാണ് അതിലുള്ളത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അതായത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നിങ്ങൾക്കൊരു മരുന്നിൻ്റെ ലിസ്റ്റ് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ ആ മരുന്നിൻ്റെ ലിസ്റ്റല്ല, പ്രിസ്ക്രിപ്ഷൻ, ഡോക്ടറിൽ നിന്നൊരു പ്രിസ്ക്രിപ്ഷൻ കിട്ടി. ലിസ്റ്റ് ഉണ്ടാവില്ല, മരുന്ന് വാങ്ങിക്കാനുള്ള ചീട്ട്, അത് കിട്ടി. അപ്പോൾ അതിൽ എന്തൊക്കെ മരുന്നാണ് പറഞ്ഞിരിക്കണമെന്ന് നിങ്ങൾക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ജെമിനിനോട് ഇത് വായിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് കണ്ടു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനം, ആ പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ വേണമെങ്കിൽ ഈ ക്യാമറ ഓൺ ആക്കിയിട്ട് നിങ്ങൾ കാണിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്ത് പറയാം. നിങ്ങൾക്ക് ബിരിയാണി വെക്കണമെന്ന് പൂതിയുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ബിരിയാണി വെക്കണം എന്നറിയില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ക്യാമറ ഓൺ ആക്കുക, എന്നിട്ട് ഏതൊക്കെ മെറ്റീരിയൽസ് ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കുക. ഇതുകൊണ്ട് എങ്ങനെ ബിരിയാണി വെക്കാം എന്നുള്ളത് നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളത്തിൽ നിങ്ങളോട് പറയും, ഇന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറയും. അതേപോലെ നിങ്ങൾക്ക് ഇവിടെ സംസാരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ വരും, ഹലോ, എൻ്റെ കൂടെ നിനക്ക് മലയാളത്തിൽ സംസാരിക്കാൻ സാധിക്കുമോ? തീർച്ചയായും. നിങ്ങൾക്ക് എന്തും എന്നോട് മലയാളത്തിൽ ചോദിക്കാവുന്നതാണ്. എന്താണ് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത്? هل ممكن تحدث معي باللغة العربية؟ أريد أن أتحدث معك باللغة العربية. أكيد، أنا هنا لأتحدث معك باللغة العربية. ما هو موضوعنا اليوم؟ Could you speak with me in English? I really want to talk with you in English. Could you do that with me? I'd be happy to. What would you like to chat about in English today? അതായത് നിങ്ങൾക്ക് ഏത് ഭാഷയിലും നിങ്ങൾക്ക് ഭാഷകൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഈ ഒരു AI ടൂളുമായിട്ട് നിരന്തരമായിട്ട് സംസാരിക്കാം. അല്ല, നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു AI ടൂള് ജെമിനി വെച്ചിട്ട് നിങ്ങൾക്കത് ഉപയോഗിക്കാം. ഇത് ജെമിനി കേട്ടോ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു പറയില്ല, നമ്മുടെ ജെമിനിയാണ് ഇതുള്ളത്. ഓക്കെ, ശുക്രാൻ.